മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥന. അത് എത്ര സൗഭാഗ്യമാണല്ലേ! അനേക മക്കൾ ദാഹത്തോടെ പങ്കെടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അനേക മക്കൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടെന്ന് അച്ഛന് വളരെ നന്നായിട്ടറിയാം. ഇപ്പോൾ ഈ വചനത്തെ സ്നേഹിച്ച് അനേക മക്കളിലേക്ക് പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ദിവ്യകരുണയുടെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ചെറുതും വലുതുമായ മാരകമായ പാപങ്ങളും തിരുരക്തക്കടലിൽ മുക്കിയെടുത്ത് വിശുദ്ധീകരിക്കുന്ന ദിനങ്ങളാണ് ദിവ്യകരുണയുടെ വലിയ തിരുനാൾ ആഘോഷങ്ങൾ. കർത്താവിൻ്റെ വചനം പറയുന്നു, യെശയ്യാ 55:7, അവിടത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കിലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. മകളെ, അർഹതയില്ലാത്തത് ഒരുവന് സൗജന്യമായി ലഭിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും തീരുമാനങ്ങളെയും സംസാരങ്ങളെയും പ്രവൃത്തികളെയും പൂർണ്ണമായും യേശുവിൻ്റെ കരങ്ങളിൽ ഹൃദയത്തിൽ സമർപ്പിക്കുക. ദൈവകരുണയിൽ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? 1, പാപികളുടെ മാനസാന്തരം. 2, മാനസാന്തരമായവരുടെ വിശുദ്ധീകരണം. 3, ശുദ്ധീകരണ ആത്മാക്കൾ മോക്ഷത്തിൽ പ്രവേശിക്കാൻ. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കരുണയുടെ പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നത്. അങ്ങനെ കരുണയുടെ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് യേശു ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. കേൾക്കണ്ടേ? ദൈവകരുണയിൽ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് യേശുവിൻ്റെ ഒന്നാമത്തെ വാഗ്ദാനം, മരണസമയത്ത് മരണഭീതി അനുഭവപ്പെടുകയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഭയങ്കര ഒരു മൊമെൻ്റാണത്. രണ്ടാമത്തത്, മരണസമയത്ത് നമ്മുടെ രക്ഷകനായിട്ട് ഈശോ കടന്നു വരും, വിധിയാളനായിട്ടല്ല. മൂന്നാമത്, മരണസമയത്ത് വലിയ സംരക്ഷണ കവചം കർത്താവ് അവിടെ ക്രമീകരിക്കും. 4, കരുണ പ്രഘോഷിക്കുന്നവരെ കരുണയോടെ അവിടുന്ന് പ്രവർത്തിക്കും. എന്ന് പറഞ്ഞാൽ ദൈവകരുണ സമം ആത്മരക്ഷ സ്വന്തമാക്കുക, അനേകം ആത്മാക്കളെ നേടുക. നമുക്ക് ഈ പുണ്യമായ ദിവസത്തിൽ അനേകം ആത്മാക്കളെ നമുക്ക് നേടുവാൻ തിരുനാളിന്, ദൈവകരുണയുടെ തിരുനാളിന് ഒരുങ്ങാം. കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. അങ്ങനെ ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, ഇത് ഷെയർ ചെയ്യുന്നവരോടും കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നവരോടും അനേകം അത്ഭുതങ്ങൾ നടക്കുന്ന സർവ്വ മക്കളോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.